രാവിലെ വലിയ സങ്കടത്തോടെ കേട്ടോ ഞാനിന്ന് കിച്ചണിലോട്ട് വന്നത്. മറ്റൊന്നുമല്ല, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളിൽ ഒരാൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അതിന് തീരെ വയ്യാതായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പോയി എന്ന് കരുതി ഷിബ്ജാൻ അതിനെ തൂമ്പയൊക്കെ എടുത്ത് പതുക്കെ കുഴിച്ചിടാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് അതിന് CPR കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ മുകളിൽ കൊണ്ടുവന്ന് ഞാൻ കിച്ചണിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ സമയം പോയി. ഇനിയിപ്പോൾ അത് ശരിയാകുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ലേറ്റായിട്ട് പോയി. അപ്പോൾ എന്തായാലും ഒത്തിരി പ്രയാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഓക്കെ ആയാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് മക്കളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ പാൽ ഉറയൊഴിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോരുകറി ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ തൈരൊക്കെ നന്നായിട്ട് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇടിയപ്പവും മുട്ടക്കറിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. കാരണം ഇനിയിപ്പം ലേറ്റായി പോവുകയും ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്തായാലും ചായ വെച്ചു, പിന്നെ കുറച്ച് പാലിരുന്ന് അത് ഞാൻ തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ കെറ്റിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൊടിക്കകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെക്കാം. ഈ പൊടി എന്താകും എന്നുള്ളൊരു ടെൻഷനിലാണ്, കാരണം ഇതിനെ കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന പൊടിയാണ്. ഇത് കുഴച്ച് വന്നപ്പോൾ ഇതേ രീതിയിലാണ്. അപ്പം ഇടിയപ്പം ആയി വരുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. എന്തായാലും ഇടിൽത്തട്ടിനകത്തോട്ട് ഞാൻ എണ്ണയൊക്കെ തൂത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ഛനകത്തോട്ടും കുറച്ച് തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും മാവ് വെച്ച് കൊടുത്തിട്ട് ഞാനത് പീച്ച് നോക്കിയപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് ഭാഗത്തിന് വീഴുന്നുണ്ട് കേട്ടോ. കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിക്കി ആയിട്ട് പോയത്. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും 3 തട്ട് മുഴുവൻ നിറച്ചായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് മാത്രമുള്ളത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മാവൊക്കെ പീച്ചിട്ട് ഞാൻ നമ്മുടെ സ്റ്റീമറിനകത്തോട്ട് അപ്പച്ചമ്മിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളം കൊണ്ട് കുഴച്ചല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന, കാരണം ഇതൊരു മെനക്കെട്ട പണിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവോളയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സിമ്പിളായിട്ടിരിക്കുന്ന മുട്ടക്കറി കേട്ടോ. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് മുട്ടക്കറിയല്ല, ഇന്ന് ഇതെല്ലാം വഴറ്റിയെടുത്തിട്ടുള്ള മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കിഴങ്ങ് ഞാൻ പുഴുങ്ങാനായിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. മുട്ടക്കറിക്കകത്തോട്ട് 2 എണ്ണം ചേർക്കാമെന്ന് കരുതി ഇതെല്ലാം വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. നന്നായി വെന്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് മീറ്റ് മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഞാൻ പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഒരു നല്ല തിക്കായിട്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തോട്ടിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉച്ചക്കത്തേക്ക് തോരനുണ്ടാക്കാനായിട്ട് ഞാൻ ക്യാബേജും ഒരു മുറി ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ചോപ്പറിനകത്തോട്ട് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കൂട്ടത്തിൽ തന്നെ അതിനകത്തുള്ള പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇത് അടുപ്പിൽ വെച്ച് ഒലത്തിയെടുത്താൽ മതി. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പ് മതിയല്ലോ നമുക്ക്. അപ്പോൾ അതവിടെ ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി വേഗം തന്നെ കടായിയൊക്കെ വെച്ച് കൊടുത്തു, എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സാധനവും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ക്യാബേജിൻ്റെ തോരൻ ഉണ്ടാക്കുമ്പോൾ എന്തോ മഞ്ഞൾപ്പൊടി ഞാൻ സാധാരണ ചേർക്കാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി എന്തോ ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാനതുകൊണ്ട് ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുട്ടക്കറി അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് മുട്ട പുഴുങ്ങിയതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് ലാസ്റ്റ് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാൽപ്പാട ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പാലൊക്കെ കാച്ചിട്ട് എടുത്ത് വെക്കുന്ന ആ ഒരു പാൽപ്പാട, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള മോരും കൂടെ കാച്ചി വെക്കണം. ഓൾറെഡി തോരൻ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ മോരിന് വേണ്ടിയിട്ട് ഞാൻ അരപ്പ് തയ്യാറാക്കുവാണ്. നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റി കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി, അത് ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ആ പച്ചമണം മാറ്റിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ തൈര് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് ചേർത്തെടുക്കുക. അപ്പോൾ മോര് കറിയും റെഡി ആയിട്ടുണ്ട്.